വരിക വരിക. തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല. അതാ തിടുക്കത്തിൽ പുറപ്പെട്ടതേ. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ട് തിരിക്കാം. എനിക്കൊരു സാധനം വേണം. മരച്ചീനി. ഓ കപ്പലണ്ടി. കുനാഫ. ഇപ്പൊ എന്താ പറഞ്ഞ? കുനാഫ. വെറുതെ തമാശ കളിക്കരുത്. കുനാഫ ദിനേശ് ചേട്ടാ. അപ്പൊ ഈ കുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും കുട്ടിയുടെ കൂടെ തന്നെ കഴിയണു. എന്റെ പണിപാളി ഇരിക്കണ ഇരിക്കും കയ്യിൽ ഇരിക്കണ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. അല്ല ഗായ്സ്, എന്റെ ഫ്രണ്ട് ശ്രീനാഥ് പറഞ്ഞാണ് പരിപാലേ പത്ര ഒട്ടക അത് പാടാൻ പറഞ്ഞത്. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് പാവാടാ ചെയ്ത്. പരിപാലേ പത്ര ഒട്ടകം ഒട്ടകം. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. എന്റെ തിരുമുഖം കൊണ്ട് കളി. ഒരു കാരണവശാലും വെള്ളം വെള്ളിയിട്ട് അലവലാതിനെ കേട്ടിട്ടേക്കരുത് കേട്ടോ. ഒരു കാരണവശാലും വേറെ ആരും കാണാമെന്നുണ്ടോ? ആ മതി. അങ്ങനെ നിന്റെ വൈവാഹിക നിശ്ചയമായി. എന്റെ നിശ്ചയം എന്താണെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഓർമ്മ വെച്ച കാലം മുതല് പൂജ വഴിപാടൊക്കെ നടത്തില്ല ഞാൻ. എന്നിട്ടും എന്നോട് എക്സാമിനെ ഭയങ്കര ടഫായിട്ടുള്ള ഒരു ചോദ്യം ഒരു കുട്ടിക്ക് കിട്ടി. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. അപ്പൊ കുട്ടി എന്തേന്നറിയാമോ? ചോദ്യ പേപ്പർ അവിടെ വെച്ച് കിണറ്റിലോട്ട് എടുത്ത് ചാടി. കൊച്ചു കുട്ടിയല്ലേ, ക്വൈറ്റ് നാച്ചുറൽ. കാരണം അതൊരു വെൽ നോൺ ചോദ്യമായിരുന്നു. ഐശ്വര്യയുടെ ചിരിയാണേ. ആ ചിരിക്ക് കൊടുക്കണം 1530 രൂപയും ടാക്സും. എന്തൊരു കിടന്നിരിക്കണം, എന്റെ അച്ഛന്റെ കുത്തുകൾക്കൂടെ കത്തിച്ചു വെച്ചിരിക്കണ. അതെ മക്കളെ, ഒരു സംശയമാണ്. ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം അത് എത്ര ഗ്രാം വരും? ഏകദേശം അത് എത്ര ഗ്രാം വരും? രാവിലെ ഗുളിക കഴിച്ചായിരുന്നോ? ചെറിയ കയ്പൊക്കെ കാണും. സാരമാക്കണ്ട, അസുഖം മാറണ്ടേ. ഒരു ബ്രോ പറഞ്ഞു കാവാലിയ സോങ് പാടും. ബന്ധുക്കളെ എല്ലാം വിവരം അറിയിച്ചുള്ളൂ. വാനു കാവാലയ കാവാലയ. ഞങ്ങള് വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ട ആത്മഹത്യ ചെയ്യാൻ മോനെ. കാവാലയ യാ യാ അവന്റെ കുറവള്ളിക്ക്. യാ യാ. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. നീ വാ പൊളിക്കരുത് പ്ലീസ്. യാ യാ. പെണ്ണുങ്ങളെല്ലാം കാണിച്ചു നടക്കുന്നതും അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ. എനിക്ക് നല്ല ഇഷ്ടാ. എനിക്ക് ഇഷ്ടാണ് അങ്ങനത്തെ. ആണുങ്ങൾ ആരെയും കാണിക്കാതെ നടക്കുന്നതുമായ സാധനം ഏതാണ്? വാ കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ വൃത്തികെട്ട രീതിയിലൊന്നും ചിന്തിക്കരുത്. നേരെ എന്നതാണ് അതിന്റെ പേര്? പോരട്ടെ പോരട്ടെ പോരട്ടെ. അങ്ങനെ അണ്ടി കിട്ടിയല്ലോ. ഇവിടെ ഏതായാലും നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ശരി.